Hi students, I am Srija. IGNOU യൂണിവേഴ്സിറ്റിയുടെ MCOM സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR MCO 24ലെ 5th യൂണിറ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 5 CSR ആൻഡ് ഓവർവ്യൂ. എന്താണ് CSR? CSR എന്ന് വെച്ചാൽ എന്താണ്? CSR എന്നാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് corporation should be responsible to the society. CSR എന്നാൽ corporation should be responsible to the society. ബിസിനസ് എവിടെയാണ് നിൽക്കുന്നത്? ബിസിനസ് നിലനിൽക്കുന്നത് സൊസൈറ്റിയിലാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റാണ് ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം. പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇങ്ങനെ ഈ എയിമോട് കൂടി നിലനിൽക്കുന്ന ബിസിനസ്സിന് അത് നിലനിൽക്കുന്ന സമൂഹത്തോട്, സൊസൈറ്റിയോട് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഉത്തരവാദിത്തങ്ങളെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ്. അതായത് ഒരു ബിസിനസ് ഓപ്പറേഷൻ സ്മൂത്തായിട്ട് പോകാനായിട്ട് ബിസിനസ്സിന് എന്ത് ചെയ്യണം? ഈ സോഷ്യൽ ഫാക്ടേഴ്സിനെയും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഒരു ഇൻറ്ററാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ബിസിനസ് നിലനിൽക്കുന്ന സൊസൈറ്റിയിലുള്ള എൻവയോൺമെൻറ്റിനെയും അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒക്കെ ഇൻറ്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാൽ ഈ പറയുന്ന ഈ റെസ്പോൺസിബിലിറ്റി, CSR റെസ്പോൺസിബിലിറ്റി കറക്റ്റായി ഫോളോ ചെയ്താൽ മാത്രമേ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെ ഫങ്ഷൻ സ്മൂത്തായി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ കൊണ്ടുവരാനായിട്ട് ഡെവലപ്മെൻറ്റിന് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന CSR മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ് CSR. മെയിനായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? കൺസ്യൂമേഴ്സ്, ഓണേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, പബ്ലിക്, കമ്മ്യൂണിറ്റി ഓർ പബ്ലിക്, അല്ലെങ്കിൽ സപ്ലയേഴ്സ്, ഡീലേഴ്സ്, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓണേഴ്സ്, ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ, അവരാണ് ബിസിനസ്സിന് വേണ്ടി പൈസ ഇറക്കുന്ന ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ എംപ്ലോയീസ്, ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഓർ എംപ്ലോയീസ്, ബിസിനസ്സിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന ഗവൺമെൻറ്, ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സ്, അതുപോലെ ബിസിനസ് നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി, ബിസിനസ്സിന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്, ഡീലേഴ്സ്, ഇവരൊക്കെ ബിസിനസ്സിൻ്റെ കോണ്ടാക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും പേര് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇവരോടൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് ഒരു നിലനിൽപ്പുള്ളൂ. CSR ആൻഡ് ഓവർവ്യൂ എന്ന് വെച്ചാൽ CSRനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. വർക്കേഴ്സാണ് മെയിനായിട്ടും ബിസിനസ്സിൽ ഏറ്റവും മെയിനായിട്ടുള്ള ആളുകൾ വർക്കേഴ്സാണ്. അതായത് വർക്കേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അങ്ങനെയുള്ള വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ, സൊസൈറ്റീസിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ഈ പറയുന്ന ഓണേഴ്സിനെയും ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ കൺസിഡർ ചെയ്ത് പോകണം എന്നുള്ളതാണ് CSR ആൻഡ് ഓവർവ്യൂവിൽ പറയുന്നത്. അൺസേഫ് പ്രാക്ടീസസ് ആൻഡ് ലേബർ അൺറെസ്റ്റ് ഒക്കെ വർക്കേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള അൺസേഫ് പ്രാക്ടീസസ്, അതുപോലെ ലേബർ അൺറെസ്റ്റ്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ നമ്മൾ ഈ ഡംപിങ് വേസ്റ്റ് ഇൻ ടു ദി റിവർ, ന്യൂക്ലിയർ പവർ പോയിന്റുകളിൽ നിന്നുള്ള വേസ്റ്റൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിവേഴ്സിലോ സീലൊക്കെ കൊണ്ട് ഡംപ് ചെയ്യാറുണ്ട്, ലാൻഡ് പോർഷനിലൊക്കെ കൊണ്ട് ഡംപ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ബിസിനസ് കൺസിഡർ ചെയ്യണം. ഒരിക്കലും ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ കോർപ്പറേറ്റിലൂടെ പാടില്ല എന്നുള്ളതാണ് CSR പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിന് എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട്. ബിസിനസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മുഴുവൻ കൺസിഡർ ചെയ്യണം. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ മാനേജറിയൽ ഡിസിഷൻ ഓർ എത്തിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോഴും ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഫാക്ടറിനെയും കൺസിഡർ ചെയ്യണം. അവരോടൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ബിസിനസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. ബോധത്തോടു കൂടി വേണം വർക്ക് ചെയ്യാനായിട്ട്. CSR ഇൻക്ലൂഡ്സ് CSRൽ വരുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ലോങ് ടേം ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതായത് കുറച്ച് കാലത്തേക്കുള്ളത് മാത്രമല്ല, ലോങ് ടേം ആയിട്ടുള്ള സിൻസിയറിറ്റി ഫോളോ ചെയ്യണം. ലോങ് ടേം ആയിട്ടുള്ള സിൻസിയറിറ്റി, അതുപോലെ തന്നെ എത്തിക്സ്, മാർക്കറ്റ് റെസ്പോൺസിബിലിറ്റി, ഗോള്, റിസോഴ്സസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യണം. CSRൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഈ CSR ഓവർവ്യൂവിൽ പറയുന്നത്. ഗോള് ബിസിനസ്സിന് ലക്ഷ്യമുണ്ടായിരിക്കും, ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തോടൊപ്പം തന്നെ ലോങ് ടേം ആയിട്ട് ബിസിനസ്സിന് നിലനിൽക്കണമെങ്കിൽ, കാലങ്ങളോളം ബിസിനസ്സിന് നിലനിൽക്കണമെങ്കിൽ, ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണമെങ്കിൽ, ബിസിനസ് സ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സൊസൈറ്റി, എംപ്ലോയീസ്, കൺസ്യൂമേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ബിസിനസ്സിനെ വിശ്വസിക്കുകയുള്ളൂ, ബിസിനസ്സിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുകയുള്ളൂ, ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബിസിനസ്സിന് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് CSR ഓവർവ്യൂവിൽ പറയുന്നത്. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമ്മ്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചാർട്ട് രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ആദ്യം ദി ഫേം എന്ന് എഴുതുക, അതിൽ നിന്ന് താഴോട്ട് 2 ആരോ മാർക്ക് വരയ്ക്കുക. അതായത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. ഫേം സ്ഥാപനത്തിന് 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മളൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് 2ആയി തിരിക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണിക്കാനാണ് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ, നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ. അതായത് സ്ഥാപനവുമായി വളരെ അടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഇൻറ്റേർണൽ കമ്മ്യൂണിറ്റീസ് ആണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ഫിനാൻസിയേഴ്സ്, കസ്റ്റമേഴ്സ്. ഇത് സ്ഥാപനത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇവരെയൊക്കെ. എംപ്ലോയീസ് ഇല്ലെങ്കിൽ സ്ഥാപനമില്ല, എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഇല്ലെങ്കിൽ സ്ഥാപനമില്ല. അവരുടെ സിൻസിയർ ആയിട്ടുള്ള വർക്കിലൂടെ മാത്രമേ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ കൂലി അല്ലെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് സപ്ലയേഴ്സ്. അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരും ആകാം. അവരൊക്കെ ഇപ്പോഴും സ്ഥാപനത്തോട് കോണ്ടാക്റ്റുള്ള ആളുകളാണ്. അവരൊരിക്കലും ഡിസാറ്റിസ്ഫൈ ചെയ്യരുത്. അവരുടെ ഡീലിങ്സ് കറക്റ്റ് ആയിരിക്കണം. സപ്ലൈസ് കണ്ടിന്യൂസ് കോണ്ടാക്റ്റ് ഉള്ള ആളുകളാണ് ഇവരൊക്കെ. സ്ഥാപനത്തിനകത്ത് വന്നും പോയും കൊണ്ടിരിക്കുന്ന എംപ്ലോയീസ്, സപ്ലയേഴ്സ്. ദെൻ ഫിനാൻസിയേഴ്സ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരും ഒരു സ്ഥാപനത്തിന് വളരെ ആവശ്യമുള്ള ആളുകളാണ്. അതുപോലെ നെക്സ്റ്റ് വൺ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കിങ് ആണെന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് കസ്റ്റമേഴ്സാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളാണ്. അവർക്ക് വാല്യൂ ഗുഡ്സ്,
അതായത് റീസണബിൾ പ്രൈസിൽ വാല്യൂബിൾ ആയിട്ടുള്ള ഗുഡ്സ്, റീസണബിൾ പ്രൈസിൽ വാല്യൂബിൾ ആയിട്ടുള്ള ഗുഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ ന്യായമായിട്ടുള്ള വിലയ്ക്ക് ക്വാളിറ്റി ഗുഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് ഫേം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ബെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് വരുന്നത്. ഇൻറ്റേർണൽ കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ഥാപനത്തിനകത്തുള്ള മറ്റെല്ലാ കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഇങ്ങനെ ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഘടകങ്ങളെ കൺസിഡർ ചെയ്യണം. അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അവരോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഒരു സ്ഥാപനത്തിന് ഇവരോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥാപനത്തിന് പുറത്തുള്ളതാണ്. ഒരിക്കലും സ്ഥാപനത്തിന് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സ്ഥാപനത്തിന് ഇവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് പുറത്തുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ബിസിനസ് നിൽക്കുന്നത്. ഓരോരുത്തരും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് തന്ത്രങ്ങൾ ബിസിനസ് അറിഞ്ഞിരിക്കണം. കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നോ അവർ ചെയ്യുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ബിസിനസ്സിന് സാധിക്കണം. അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. അവരെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാലേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. നെക്സ്റ്റ് കൺസ്യൂമേഴ്സാണ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫെയിലിയറും സക്സസ്സും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് റോളുണ്ട്. അവർക്ക് ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിൽ കൊടുത്തിരിക്കണം. കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അവർ പ്രതീക്ഷിക്കുന്ന ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കോമ്പറ്റീറ്റേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ബിസിനസ്സിന് കഴിയില്ല. നെക്സ്റ്റ് സറൗണ്ടിങ് സൊസൈറ്റി ആണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള തേർഡ് വൺ. സറൗണ്ടിങ് സൊസൈറ്റി ബിസിനസ്സിൻ്റെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സൊസൈറ്റിയാണ്. അത് നിലനിൽക്കുന്ന സമൂഹമാണ് സറൗണ്ടിങ് സൊസൈറ്റി. ബിസിനസ് നിൽക്കുന്ന സൊസൈറ്റി. അതിന് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. അവർക്ക് മാക്സിമം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുക. അതൊക്കെയാണ് സറൗണ്ടിങ് സൊസൈറ്റിയോടുള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് വൺ, ഗവൺമെൻറ്. ബിസിനസ്സിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന ആളുകളാണ് പവറുള്ള ആളുകളാണ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ബിസിനസ്സിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. അവർ ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഗവൺമെൻറ്റിലേക്ക് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതുപോലെ മീഡിയാസും നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് എക്സ്റ്റേണൽ ഫാക്ടറാണ് മീഡിയാസും ബിസിനസ്സിന് പുറത്തുള്ള ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് മീഡിയ. ബിസിനസ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. പോസിറ്റീവും നെഗറ്റീവും ബിസിനസ്സിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വിളിച്ചു പറയുന്ന ആളുകളാണ്. ഇവരും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിൽ വരുന്നതാണ്. നെക്സ്റ്റ് അഡ്വക്കേറ്റ് ഗ്രൂപ്പ്സ്, സോഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും അഡ്വക്കേറ്റ് ഗ്രൂപ്പ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇത്രയും പേരടങ്ങുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ബിസിനസ്സിനുള്ളത്. ഇങ്ങനെയുള്ള ഇതാണ് CSR to സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള ഒരു റിലേഷനെ കാണിക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ബിസിനസ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് CSR ഫ്രം എ ഷെയർ ഹോൾഡർ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൈമസി. അതായത് കോർപ്പറേഷൻ ഹാവ് പവർ ആൻഡ് പവർ ഇൻറ്റൈൽസ് റെസ്പോൺസിബിലിറ്റി. കോർപ്പറേഷൻസിന് പവർ ഉണ്ടായിരിക്കും. ഈ പവറിനോടൊപ്പം തന്നെ അതെന്ത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി കൂടി മെയിൻറ്റെയിൻ ചെയ്യണം, റെസ്പോൺസിബിലിറ്റി കൂടി ഫോളോ ചെയ്യണം. ദിസ് റെസ്പോൺസിബിലിറ്റി ഈസ് ബിയോണ്ട് ദി എക്കണോമിക് ആൻഡ് ലീഗൽ ഫ്രെയിം വർക്ക്. ഇങ്ങനെയുള്ള ഈ റെസ്പോൺസിബിലിറ്റി പവറിനെ കാട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ ബിയോണ്ട് എക്കണോമിക് ആൻഡ് ലീഗൽ ഫ്രെയിം വർക്ക്, സാമ്പത്തികമായിട്ടുള്ളതും ലീഗൽ നിയമപരമായിട്ടുള്ള ഫ്രെയിം വർക്കിനെ കാട്ടിയും ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്യണം. അതിനായിരിക്കണം, റെസ്പോൺസിബിലിറ്റിക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. പീറ്റർ ഓഫ് ഡ്രക്കർ 1954 മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. അദ്ദേഹം സ്ട്രെസ്, ഇങ്ങനെ ഒരു ഐഡിയ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് സൊസൈറ്റിയുടെ നീഡ് മനസ്സിലാക്കി ആ നീഡ് അനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, അവസരങ്ങൾ യൂസ് ചെയ്യണം, എക്കണോമിക്കലായിട്ടുള്ള ബെനിഫിറ്റൊക്കെ ഉണ്ടാക്കണം. അവസരങ്ങളും എക്കണോമിക്കലായിട്ടുള്ള ബെനിഫിറ്റും സോഷ്യൽ ബെനിഫിറ്റും ഒക്കെ ഫോളോ ചെയ്യാം. പക്ഷേ അത് സൊസൈറ്റിയുടെ നീഡ് മനസ്സിലാക്കി ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇതിനെ ആർഗ്യൂ ചെയ്യാൻ ഒരു ആർഗ്യുമെൻ്റാണിത്. ശരിക്കും രണ്ട് വ്യൂ ഉണ്ട് ഇതിൽ. അതായത് ഷെയർ ഹോൾഡേഴ്സ് വ്യൂവും സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂവും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓഹരി ഉടമകളാണ് ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പ് മുഴുവൻ, ഇവരെല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്ന ആളുകളാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കൂടുതലും ബിസിനസ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സിനുള്ള എയിം എന്താണ്? അവരുടെ വ്യൂവിൽ പറയുകയാണെങ്കിൽ ലാഭമുണ്ടാക്കുക, ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളത് മാത്രം, എക്കണോമിക്കൽ ബെനിഫിറ്റാണ് അവർ എയിം ചെയ്യുന്നത്. പക്ഷേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതായത് കമ്പനി, സൊസൈറ്റി, എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഈ രണ്ട് വ്യൂവും ഷെയർ ഹോൾഡേഴ്സ് വ്യൂവും സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂവും രണ്ടും വേണം. പക്ഷെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇവിടെ പ്രൈമസി എന്ന് പറഞ്ഞാൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും CSR ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൈമസി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് പറയുന്നത്, ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോക്കസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനുപരി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളിൽ നിന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളിലേക്ക് മാറണം എന്നുള്ള ഒരു പോയിൻ്റാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ബെനിഫിറ്റ് വേണം, അതോടൊപ്പം തന്നെ പ്രോഫിറ്റിനോടൊപ്പം തന്നെ ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ കൺസിഡർ ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് മുഴുവൻ നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പ് മുഴുവൻ, കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി, ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് മുഴുവൻ, സപ്ലയേഴ്സ്, അങ്ങനെ എംപ്ലോയീസൊക്കെ അടങ്ങുന്ന ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിനെ മുഴുവൻ അവരുടെ മൊത്തത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ബിസിനസ് മാറണം, ഷെയർ ഹോൾഡേഴ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ദി ഫേം. സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ദി ഫേം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് സ്ഥാപനത്തിനോടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ്. ഇതിൽ പറയുന്നത് കോർപ്പറേഷൻസ് ബെനിഫിറ്റ് വെൻ ഇറ്റ് അഡോപ്റ്റ് ഡിസ്ക്രിഷണറി പോളിസീസ് ടുവാർഡ്സ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. This create value for all its stakeholders. അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്ത് പോയാൽ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, അവരുടെ അവർക്ക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, അവരോടൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ, ലോങ് ടേം ആയിട്ടുള്ള ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്
ആണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതായത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് കമ്പനി എയിം ചെയ്യുന്നതെങ്കിൽ കമ്പനി CSR ഫോളോ ചെയ്തിരിക്കണം. കോർപ്പറേഷൻ CSR ഫോളോ ചെയ്താൽ മാത്രമേ ലോങ് ടേം ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയുള്ള ഒരു പോളിസി കീപ്പ് ചെയ്യണം. ആ പോളിസിയിൽ കമ്പനിയുടെ പബ്ലിക് റിലേഷൻസ് കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ പോളിസി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ തന്നെ അതിൽ മെയിനായിട്ടുള്ളവരെ മാത്രം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ പോളിസി നയം ഉണ്ടാക്കിയാൽ മാത്രമേ സ്ഥാപനത്തിന് നിലനിൽപ്പുള്ളൂ. നല്ലൊരു റിലേഷൻ ഉണ്ടാക്കണം, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ ഫേം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സ്ഥാപനത്തിന് ലോങ് ടേം ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Stakeholders and corporate social responsibility. Business expanded stakeholders have become strong drivers of CSR. Edward Freeman came up with the idea of stakeholder in 1984. 1984 എഡ്വേർഡ് ഫ്രീമാനാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ന്യൂ കൺസെപ്ച്വൽ, ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടുള്ള ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എഡ്വേർഡ് ഫ്രീമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആഫ്റ്റർവേർഡ്സ് ദിസ് ഫ്രെയിംവർക്ക് വാസ് ക്ലാരിഫൈഡ് ആൻഡ് വെൻറ്റ് ത്രൂ സം മോഡിഫിക്കേഷൻ. അതിനുശേഷം ഇതിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അധികം രാജ്യങ്ങളിലും അധികം കൺട്രീസിലും CSR നിർബന്ധമായിട്ടില്ല. ബട്ട് ഇന്ത്യയിൽ CSR കമ്പൾസറി ആണ്. ബിസിനസ്സിന് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കിനി നോക്കാം. ആദ്യം വരുന്നത് കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഫസ്റ്റ് വൺ നോക്കുക, കസ്റ്റമേഴ്സിനോടുള്ള ബിസിനസ് റെസ്പോൺസിബിലിറ്റി. കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി. കൺസ്യൂമർ, ആരാണ് കൺസ്യൂമർ, ആരാണ് കസ്റ്റമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളാണ് കസ്റ്റമേഴ്സ്. ഇവർ ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കുന്നു, ഗീവേഴ്സാണ്. ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കുന്നു, ബിസിനസ്സിൽ നിന്ന് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു. ആദ്യമൊക്കെ ആദ്യകാലത്തൊക്കെ കസ്റ്റമേഴ്സ് ക്വാണ്ടിറ്റി, അവർ കൊടുക്കുന്ന പൈസയ്ക്ക് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നു എന്ന് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അവർ ക്വാളിറ്റി നോക്കാൻ തുടങ്ങി, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കാൻ തുടങ്ങി. പിന്നീട് now they consider the values, some more relevance, അതായത് കുറച്ചുകൂടി വാല്യൂസ് കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ക്വാളിറ്റി ആൻഡ് വാല്യൂസ് കൂടി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ, കൺസ്യൂമേഴ്സിന് വാല്യൂസ് കൂടി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്ത് പറയാനുള്ളത്. അതായത് കസ്റ്റമർ കൊടുക്കുന്ന പൈസയ്ക്ക്, കസ്റ്റമറുടെ കയ്യിൽ നിന്നൊക്കെ ബിസിനസ്സിന് കിട്ടുന്ന പൈസയ്ക്ക് ന്യായമായിട്ടുള്ള വിലയ്ക്ക്, റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മാക്സിമം വാല്യൂസ് കൂടി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എന്നാൽ കസ്റ്റമേഴ്സ് ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഒരു മറ്റു ബിസിനസ്സിനെ തേടി പോകും. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തണം. കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കസ്റ്റമേഴ്സിനോടുള്ള ഉത്തരവാദിത്തത്തിൽ, കസ്റ്റമേഴ്സ് റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ മെയിനായിട്ടും പറയുന്ന ഇതാണ്. കസ്റ്റമേഴ്സ് തരുന്ന പൈസയ്ക്ക് ന്യായമായിട്ടുള്ള ഗുഡ്സ്, ന്യായമായിട്ടുള്ള വിലയ്ക്ക് ക്വാളിറ്റിയുള്ള ഗുഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. റീസണബിൾ പ്രൈസിന് ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വാല്യൂസ് കൂടി പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് വൺ വരുന്നത് ഗവൺമെൻറ്റിനോടുള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെൻറ് ആൻഡ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി, അതായത് ഗവൺമെൻറ്റിനാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം അധികാരം, ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റാണ് ആ രാജ്യത്തെ മൊത്തം റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടാക്കുന്നത്. അങ്ങനെ ബിസിനസ്സിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസിയും, പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനും പോളിസിയും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ മെയ്ഡ് ചെയ്ത് സൊസൈറ്റിക്ക് നൽകുന്നുണ്ട്. ബിസിനസ്സിനും സൊസൈറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിസിനസ് ഫോളോ ചെയ്തിരിക്കണം. ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവൺമെൻറ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് വേണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ബിസിനസ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതിന് പകരമായിട്ട് ബിസിനസ് എന്ത് കൊടുക്കണം? ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. ഗവൺമെൻറ്റും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, പോപ്പുലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനും അൺഎംപ്ലോയ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനും ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെൻഷൻ, മറ്റ് ഗ്രാൻഡുകൾ, ലോണുകൾ, ഇൻട്രസ്റ്റ് കമ്മിയായിട്ടുള്ള ലോണുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിനെ ഫുൾ ടൈം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന, ബിസിനസ്സിന് ഗ്രാൻഡ്, സബ്സിഡി, ട്രെയിനിങ്, മറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ ബിസിനസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവരോട് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് ആവശ്യമുള്ള ടാക്സ് കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞാൽ, ബിസിനസ്സിലൂടെ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റും നാഷണൽ ഇൻകമായിട്ട് രാജ്യത്തിന് തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ബിസിനസ്സിനാവും വിധത്തിൽ ഗവൺമെൻറ്റിനോടുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യണം, റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്വത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് NGO ഓർ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി. NGO എന്ന് വെച്ചാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റിയും ഫോളോ ചെയ്യുന്നുണ്ട്. ചില ബിസിനസ് സിവിൽ സൊസൈറ്റിയോടുമുള്ള ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വമാണ് NGO ഓർ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇവരോടും ബിസിനസ്സിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സൊസൈറ്റിയോടും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനോടും ബിസിനസ്സിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ഇതൊരു സൊസൈറ്റി ഗ്രൂപ്പാണ്. ഈ NGO എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി ഗ്രൂപ്പാണ്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്. പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി പോരാടുന്നവരാണ്. അതായത് ഗ്ലോബലൈസേഷന് ശേഷം കമ്പനി കൂടുതൽ വളർന്നു, കുറച്ചുകൂടി ഡെവലപ്പായി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പവർ കുറഞ്ഞു, കമ്പനീസിൻ്റെ പവർ എന്തായി? കുറച്ചുകൂടി കൂടി. അങ്ങനെ കമ്പനീസിൻ്റെ ഗ്രോത്ത് ആയപ്പോൾ, കമ്പനീസിന് ഡെവലപ്പായപ്പോൾ അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായി ഫോളോ ചെയ്യാതിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ, NGO പോലെയുള്ള ഓർഗനൈസേഷൻസൊക്കെ വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്തും 7th 5 ഇയർ പ്ലാനിലും ഒക്കെയാണ് ഗവൺമെൻറ് ഈ NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഫോം ചെയ്ത് കൊണ്ടുവന്നത്.
ഇവരോടും ബിസിനസ്സിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ബിസിനസ് അങ്ങനെ മറന്നു പോകാനായിട്ട് പാടില്ല. ബിസിനസ് ഫോളോ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും മറക്കരുത്. അതൊക്കെയാണ് ഈ പറയുന്ന NGO പോലെയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ബിസിനസ്സിനെ അത് ഓർമ്മിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരോടും ബിസിനസ്സിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ഇവർ പറയുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. വലിയ MNC ഒക്കെ ഗ്ലോബലൈസേഷന് ശേഷം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഡെവലപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻസ്, പവർ കൂടിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ വന്നപ്പോൾ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ആയപ്പോൾ അവർ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് പറയുന്നത് ഫോളോ ചെയ്യുക, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. NGOയുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡി നോക്കാം. കേസ് സ്റ്റഡി 1ൽ പറയുന്നത് ഒറീസ സ്റ്റേറ്റിൽ നടന്നിട്ടുള്ള ഒരു ടാറ്റ ഫിഷറീസ് അക്വാട്ടിക് ഫാം എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഒറീസ ഗവൺമെൻറ്റുമായി നിന്നുകൊണ്ട് ഫിഷറീസ് മേഖലയിലെ 1400 ഏക്കറോളം വരുന്ന ഒരു പാർട്ടിലെ കോൺട്രാക്റ്റ് വാങ്ങുന്നുണ്ട്. ഫിഷിംഗ് രീതികളെ മൊത്തത്തിൽ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് ഫാം പ്രോസസ്സാണ് അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 1400 ഏക്കറിൽ അതൊരു വെറ്റ്ലാൻഡ് ആയിരുന്നു. ഗവൺമെൻറ് മറ്റുള്ള കമ്പനികൾക്ക് ലീസിന് കൊടുക്കാൻ പറ്റില്ല എന്നൊരു ആർഗ്യുമെൻറ്റിലൂടെ ആ ഒരു ഡീൽ അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇതാണ് ഈ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നത്. ഇതൊരു NGOയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടലാണ്, ബിസിനസ്സിലേക്കുള്ള ഒരു ഇടപെടലാണ്. അവരിടപെട്ട് ഇങ്ങനെയുള്ള ഒരു റോങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കേസ് സ്റ്റഡി 1ൽ പറയുന്നത്. നെക്സ്റ്റ് 4th റെസ്പോൺസിബിലിറ്റി വരുന്നത് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. 4th വൺ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നോക്കാം. അതായത് ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ അവർക്ക് ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അവിടെ ഷെയർ ഹോൾഡേഴ്സ് ആകുന്നത്. അത് ചിലപ്പോൾ ലോങ് ടേം ബെനിഫിറ്റ് ആവാം, ഷോർട്ട് ടേം ബെനിഫിറ്റ് ആകാം. എന്ത് തന്നെയാണെങ്കിലും അവരൊരു ബെനിഫിറ്റ്, ഒരു ഡിവിഡൻഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ബിസിനസ്സിലോട്ട് വരുന്നത്. ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ബെനിഫിറ്റ് അവർക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കണം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം നടപ്പിലാക്കണം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ അതായത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്പനിയുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യുക. അതായത് കുറച്ച് ഫണ്ട് CSRന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഡിവിഡൻഡ് കിട്ടണം, പ്രോഫിറ്റ് ക്യാഷ് ഇറക്കിയതിന് പകരമായിട്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അവർക്ക് വേണം, ശരി തന്നെ. പക്ഷെ ഒരു പോർഷൻ, ലാഭത്തിൻ്റെ ഒരു പോർഷൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി കൂടി മാറ്റി വെക്കണം എന്നുള്ള ഒരു തീരുമാനം ആരെടുക്കണം? ഈ ഷെയർ ഹോൾഡേഴ്സ് എടുക്കണം. എന്നാൽ അത് കമ്പനിയുടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ബെനിഫിറ്റിന് നല്ലതായിരിക്കും. അപ്പോൾ കമ്പനിയുടെ ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു തുക മാറ്റി വയ്ക്കാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഇടപെട്ട് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്
കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ബിസിനസ്. കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ബിസിനസ്, അതായത് ഒരു സൊസൈറ്റിയുടെ സിറ്റിസണായി ഒരു കോർപ്പറേറ്റ് മാറിക്കഴിഞ്ഞാൽ, കോർപ്പറേഷൻ തന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ് തന്നെ ഒരു സിറ്റിസണായി മാറിക്കഴിഞ്ഞാൽ ആ സിറ്റിസന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അതായത് ഒരു സാധാരണ സിറ്റിസന്, സാധാരണ പൗരന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ആ സൊസൈറ്റിയോട്, അതെല്ലാം തന്നെ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനും ഉണ്ടാകും. അതായത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള, സൊസൈറ്റിയുടെ നന്മയെ കരുതിയുള്ള ഓരോ കാര്യങ്ങളും കമ്പനി ചെയ്തിരിക്കണം. അതായത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി സർവീസസ് സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. ആ സൊസൈറ്റിക്ക് എന്തെങ്കിലും സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എത്തിക്സിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്യാം. ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു ബിസിനസ്സും നല്ലൊരു സിറ്റിസൺ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഒരു പൗരനെ പോലെ ആത്മാർത്ഥമായി സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി, സൊസൈറ്റിക്ക് റോങ് ആകാത്ത രീതിയിൽ, തെറ്റല്ലാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം, മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഫോളോ ചെയ്യുക. ഒരു പൗരൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്യുക. ബിസിനസ് ആസ് എ സിറ്റിസൺ, കോർപ്പറേറ്റ് ആസ് എ സിറ്റിസൺ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇത്രയുമാണ് CSR ആൻഡ് ഓവർവ്യൂ എന്നുള്ള 5th ചാപ്റ്ററിൽ പറയുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയാണ് മൊത്തത്തിൽ പറയുന്നത്. സമൂഹത്തോടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസിനോടുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിനോടുള്ള, കൺസ്യൂമേഴ്സിനോടുള്ള, ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്വം, ഒരു സ്ഥാപനത്തിന്, ഒരു കോർപ്പറേഷന്, ഒരു ബിസിനസ്സിന് സമൂഹത്തോട് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ചാപ്റ്ററുമായി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. 6th ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.